അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ 7:04 കറണ്ട് വന്നിട്ടില്ല. രാവിലെ 10 മണിക്ക് പോയ കറണ്ടാണ്, അതായത് അമ്മയെ കൊണ്ടാക്കി വന്നതിന് ശേഷം പോയതാണ്. പിന്നെ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. മൊബൈലിലാണെങ്കിലും ആകെ 20% ചാർജേ ഉള്ളൂ. പിന്നെ മൊബൈൽ ഡാറ്റയ്ക്ക് സ്പീഡില്ല, കറണ്ടില്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ അതാ ഇൻവെർട്ടറിൻ്റെ ചാർജും കഴിഞ്ഞ് ആ ഡിസ്ചാർജ് ആവാറായി. ചാർജ് ഫുള്ളും കഴിഞ്ഞ്. ഫ്രണ്ടിലത്തെ ഒരു ബൾബ് മാത്രമേ കത്തണുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വരാം ഗീസ്. സമയം എന്തായാലും 8 മണി കഴിയുന്നു. ഫോണൊക്കെ ചാർജറാണ്. ഇത് ഫുൾ ബാറ്ററി കഴിഞ്ഞു. LGയുടെ ബാറ്ററി കഴിഞ്ഞു. ഇപ്പോൾ ഷൂട്ട് ചെയ്യണ ഇതിലാണെങ്കിൽ 20% ഉള്ളൂ. അവിടെ നോക്കിയാൽ ചെറിയൊരു വെളിച്ചം കാണാനുണ്ടാവും. കണ്ടോ, ചെറിയൊരു വെളിച്ചം കാണാനുണ്ടാവും. 1% ചാർജേ ഉള്ളൂ, കാണാനുണ്ടാവും. അതിലൊരു ശതമാനം ഇത് ഓണാവും. ഇപ്പോൾ വിചാരിക്കണം ഇവിടെ ഇതാ ഇത് ചാർജ് എടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എപ്പോൾ അപ്ലോഡ് ആവുന്നതെന്ന് അറിയില്ല ഗൈസ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. രാത്രി 9:35 ഗൈസ്. ഇതുവരെ കറണ്ട് വന്നില്ല. അപ്പോൾ നമ്മളത് കടക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അല്ല, നാളെ കാണാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം രാവിലെ 7:25 കാണാണ്ടാവുന്ന ഇരിക്കണം. ഇവിടെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടിരിക്കുക. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് വൈഫൈ ഇല്ല, AC ഇല്ല, കറണ്ട് ഇല്ല, പിന്നെ ഒന്നുമില്ല. വെള്ളമുള്ളോട്ട് നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ വെള്ളം മേടിക്കാൻ പോകേണ്ടി വന്നിരുന്നു. എനിക്കറിയാലോ, കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഇവിടെ 5 മരം വീണുണ്ട്. 5 മരം. അങ്ങനെ പല ഭാഗത്ത് പല പല മരങ്ങൾ, കുറേ മരം വീണെന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് കറണ്ട് ഇല്ല. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇരുട്ടത്തിരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പവർ ബാങ്കിൻ്റെ ചാർജ് കഴിഞ്ഞു, മൊബൈലിൻ്റെ ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ കാറിൽ വന്ന് കൂട്ടി വെച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്, കാണിച്ചു തരാൻ പറ്റണത്. ഒന്നിലും ചാർജ് ഇല്ല. അപ്പോൾ അമ്മയെ കൊണ്ടാക്കാൻ പോവാണ്. അപ്പം അമ്മയുടെ ഫോൺ വരെ നമ്മുടെ കുത്തി വെച്ചിരിക്കുകയാണ്. കാണിച്ചു തരാം, ഒക്കെ അങ്ങ് കാണിച്ചു തരാം. ഇപ്പം ഇതിൽ 21%, ചെറിയ ഐഫോണിൽ 22%, LG ഔട്ട് ഓഫ് കംപ്ലീറ്റ്ലി. വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് അല്ലാണ്ട് ഫുള്ള് ചാർജ് ആവണില്ല. 1% ഓഫ് ആവും, പിന്നെ 1% ഓഫ് ആവും. പിന്നെ എന്താ വെച്ചിട്ട് കാര്യം. അപ്പോൾ അതങ്ങനെ വെച്ചു. അമ്മയുടെ ഫോണിൽ 64% ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാ ഫോണും ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാ ഫോണും നിരത്തി വെച്ചിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്. പവർ ബാങ്ക് കുത്തി വെച്ചിരുന്നു നമ്മുടെ കുഞ്ഞ് ഐഫോൺ. ഇതിലിപ്പോൾ എത്ര, 25%. നമ്മുടെ ഫോണിൽ 64%. ഇനി 1 മണിക്കൂർ. ഇത് സ്വിച്ച് ഓഫ്. ഇത് കുത്തി വെച്ചിട്ട് കാര്യമില്ല, ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്. ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഫാസ്റ്റ് ചാർജിങ് അല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാനില്ല. ഈ ഫോണൊന്ന് ഓഫ് ചെയ്യട്ടെ. അതങ്ങനെ ഒരു ഇത്. പവർ ബാങ്ക് 1% മിന്നി ആത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 1% ആയിട്ടുള്ളൂ. ഇത്രയും ഫോൺ കുത്തി വെച്ചിട്ട് ഇതാകെ 1% ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ LGയിൽ ചാർജ് ആവണമെങ്കിൽ 8 മണിക്കൂറാണ് കാണിക്കുന്നത്. കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്. അപ്പോൾ നേരത്തെ പറയാൻ പറ്റില്ല, നമ്മുടെ ഗുഡെയറിൻ്റെ കാർ വിൻഷീൽഡ് എൻഹാൻസറാണ് അത്. അതിൻ്റെ പാക്കറ്റ് നമ്മൾ മേടിച്ചു. വില 349 രൂപ. നമ്മുടെ അവിടുത്തെ GT9 കാർ കെയറിനാണ് മേടിച്ചത് ഗൈസ്. അപ്പോൾ ഒറിജിനലാണ്, നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഗുഡെയറിൻ്റെ ലോഗോ ഒക്കെ നിങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്. പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചോളൂ ഗൈസ്. ഞാൻ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടാബ്ലറ്റ് എടുക്കുക, എന്നിട്ട് വൈപ്പർ ടാങ്ക് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഒരു ടാബ്ലറ്റ് ഇടുക, 13 മിനിറ്റ് കഴിയുക, എന്നിട്ട് വൈപ്പർ ഇട്ടാൽ ശരിയാവുന്നു. അപ്പോൾ നമുക്കത് ഒരു കാര്യം, ഇത് തുറക്കാൻ ഗൈസ്, ഒരു മിനിറ്റ്. യെസ് ഗൈസ്. അപ്പോൾ നമുക്കത് മെല്ലെ ഇവിടെ കീറാനുള്ള ടാബ് എടുത്തുന്നു, കീറാൻ പറ്റുന്നു ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ്. ചെരിഞ്ഞോ ഗൈസ്, ഒരു മിനിറ്റ്. നമ്മുടെ POV, ഒരു മിനിറ്റ് ഗൈസ്. ഞാനൊരു കാര്യം ഇതിൽ വെക്കാം ഗൈസ്, ഇതിൽ വെക്കാം, ഒരു മിനിറ്റ്. യെസ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കീറാൻ പറ്റിയ രക്ഷപ്പെട്ട് ബസ് വരുന്നുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ബസ് പോയി കയറി നമ്മൾ ഗൈസ്. അപ്പോൾ ചാർജ് അധികമില്ല. നമ്മുടെ ഇത് ഡോർ വന്നിട്ട് ഗൈസ്
കാറ്റിന് വേണ്ടിയിട്ട് AC ഇടുന്ന വെച്ചിട്ടാണ് വയ്യ. അപ്പോൾ ഇതാ കയറിയിട്ടുണ്ട്, കാണാണ്ടാവും, ഇതാ കാണാണ്ടാവും ഗൈസ്, കയറിയിരുന്നു. നമുക്കിങ്ങനെ ഓരോ പാക്കായിട്ടാണ് ഗൈസ്. ഇതിൽ 1 2 3 4 5 കുറച്ചുകൂടി ഉണ്ട്, 12 ഉണ്ടോ, 6 7 7 8 9 10 ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. 11 12 ഓക്കെ കിട്ടി, 12 ഉണ്ട് ഗൈസ്. അപ്പോൾ 12 പാക്ക് കറക്റ്റ് ഉണ്ട്. ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് ഇത്രയും പാക്ക് നമ്മുടെ ഉണ്ട് ഗൈസ്. കൈ നിറഞ്ഞെന്ന് ഒരു കാര്യം നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാം, എന്നിട്ട് ഞാൻ റിസൾട്ട് പറഞ്ഞുതരാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു മിനിറ്റ് പൊട്ടിച്ചിട്ട് വരാം, POVക്ക് വരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്, കാണാണ്ടാവും വെള്ളം നിറച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഇടാം ഗൈസ്, പൊട്ടിക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്, നമുക്കത് പൊട്ടിക്കാം. കിട്ടി നമുക്ക്. ഇതാണ് ടാബ്ലറ്റ് നമ്മൾ ഇടുകയാണ്. അതാ ഇവിടെ കിടക്കുന്നുണ്ട്, ഇപ്പം തന്നെ ലിക്വിഡായി, കണ്ടോ ലിക്വിഡാവുണ്ട്. 13 മിനിറ്റ് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. പഴയ KSEB ഓഫീസിൻ്റെ അവിടെ ഒക്കെ എത്തിയിരുന്നു, പഴയതാണോ പുതിയതാണോ അറിയില്ല. ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെന്താ ഓഫ് റോഡൊക്കെ എടുത്തിട്ട് വന്ന്, എന്താ ഇവിടെ ഒന്നും അറിയില്ല ഗൈസ്. ഒരു മിനിറ്റ് കുറച്ച് ഉണ്ടായിരുന്നു, നോക്കിയിട്ട് വരട്ടെ ഗൈസ്. വണ്ടിയിലൊക്കെയാണ് നേരെ വീട്ടിൽ കയറാം.